Keynesian policy conclusions. Keynesian economics is considered a demand-side theory that focuses on changes in the economy over the short run. ഷോർട്ട് റണ്ണിൽ ഒരു എക്കണോമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനാണ് കെയ്നീഷ്യൻ എക്കണോമിക്സ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഡിമാൻഡ് സൈഡ് തിയറി എന്ന് വിളിക്കുന്നുണ്ട്. കെയ്നീഷ്യൻ വ്യൂ ദ ഇക്കണോമി ആസ് അൺസ്റ്റേബിൾ ആസ് എ റിസൾട്ട് ഓഫ് ദ ഇൻസ്റ്റെബിലിറ്റി ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, പ്രൈമർലി ഇറ്റ്സ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പോണൻറ്റ്. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പോണൻറ്റിലും അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡിലും ഉണ്ടാകുന്ന ഇൻസ്റ്റെബിലിറ്റി എക്കണോമിയുടെ അൺസ്റ്റേബിളായിട്ടുള്ള സിറ്റുവേഷന് കാരണമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. Aggregate demand does affect output and employment in the Keynesian view. Keynesian view പ്രകാരം അഗ്രിഗേറ്റ് ഡിമാൻഡ് ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെൻറ്റിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. Consequently, swings in aggregate demand will cause undesirable fluctuations in output and employment in the short run. അതുകൊണ്ട് തന്നെ ഷോർട്ട് റണ്ണിൽ അഗ്രിഗേറ്റ് ഡിമാൻഡിലുണ്ടാവുന്ന അൺഡിസൈറബിൾ ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെൻറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദസ് ഫ്ലക്ച്വേഷൻസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ യൂസിങ് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് ടു ഓഫ്സെറ്റ് അൺഡിസൈറബിൾ ചേഞ്ചസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് അഗ്രിഗേറ്റ് ഡിമാൻഡിലുള്ളതും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ഈസ് തിയറി, കെയ്ൻസ് അഡ്വക്കേറ്റഡ് ഫോർ ഇൻക്രീസ്ഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആൻഡ് ലോവർ ടാക്സസ് ടു സ്റ്റിമുലേറ്റ് ഡിമാൻഡ് ആൻഡ് പുൾ ഗ്ലോബൽ ഇക്കണോമി ഔട്ട് ഓഫ് ദ ഡിപ്രഷൻ. ഈ തിയറിയുടെ അടിസ്ഥാനത്തിൽ കെയ്ൻസ് അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ തന്നെ ടാക്സസ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്താൽ അത് ഡിമാൻഡിനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇത് ഗ്ലോബൽ എക്കണോമിയെ ഡിപ്രഷനിൽ നിന്നും റിക്കവർ ചെയ്യാൻ സഹായിക്കുന്നു. സബ്സീക്വൻ്റ്ലി കെയ്നീഷ്യൻ ഇക്കണോമിക്സ് വാസ് യൂസ്ഡ് ടു റെഫർ ടു ദ concept that optimal economic performance could be achieved, economic slumps prevented by influencing aggregate demand through active stabilization and economic intervention policies of the government. അതുപോലെ തന്നെ കെയ്നീഷ്യൻ എക്കണോമിക്സ് യൂസ് ചെയ്യുന്ന ദ കോൺസെപ്റ്റ് ഓഫ് ഒപ്റ്റിമൽ ഇക്കണോമിക് പെർഫോമൻസ് അച്ചീവ് ചെയ്യാൻ ആൻഡ് സാമ്പത്തിക മാന്ദ്യം പ്രിവെൻറ്റ് ചെയ്യാൻ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് സാമ്പത്തിക മാന്ദ്യം പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ ആൻഡ് ഇക്കണോമിക് ഇൻ്റർവെൻഷൻ പോളിസീസൊക്കെ ഗവൺമെൻറ്റിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനും കൂടി സഹായിക്കുന്നുണ്ട്. Keynesian economics focuses on using active government policy to manage aggregate demand in order to address or prevent economic recessions. അതായത് കെയ്നീഷ്യൻ എക്കണോമിക്സ് ഫോക്കസ് ചെയ്യുന്നത് ആക്റ്റീവ് ഗവൺമെൻറ് പോളിസിയിലൂടെ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ മാനേജ് ചെയ്ത് എക്കണോമിക് റിസഷൻസ് പ്രിവെൻറ്റ് ചെയ്യാമെന്നാണ്. അക്കോർഡിംഗ് ടു കെയ്ൻസ്, ഇഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് in the economy, aggregate demand of the economy is fell, the resulting weakness in production and jobs would precipitate a decline in prices and wages. അതായത് കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡ് ഓഫ് എൻ എക്കണോമി ഫെല്ലായാൽ ഇത് പ്രൊഡക്ഷന് വീക്ക് ആവാനും അതുപോലെ തന്നെ ജോബുകളൊക്കെ കുറയാനൊക്കെ കാരണമാവും. അത് പ്രൈസിലും വേജസിനൊക്കെ സാരമായി ബാധിക്കും. എ ലോവർ ലെവൽ ഇൻ ഇൻഫ്ലേഷൻ ആൻഡ് വേജസ് വുഡ് ഇൻഡ്യൂസ് എംപ്ലോയേഴ്സ് ടു മേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എംപ്ലോയ് മോർ പീപ്പിൾ. അതായത് ലോവർ ലെവലിലുള്ള ഇൻഫ്ലേഷന് വേജസൊക്കെ എംപ്ലോയീസിന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കും. അത് മോർ പീപ്പിളിന് എംപ്ലോയ്മെൻറ്റ് നൽകാനും സഹായിക്കും. സ്റ്റിമുലേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് റീസ്റ്റോറിങ് എക്കണോമിക് ഗ്രോത്ത്. ഇത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതുവഴി എക്കണോമിക് ഗ്രോത്ത് റീസ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു.
Keynes believed and the depth and persistence of the Great Depression, however, severely tested in this hypothesis. കെയ്ൻസ് ബിലീവ് ചെയ്യുന്നത് ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ആഴവും സ്ഥിരതയൊക്കെ ടെസ്റ്റ് ചെയ്തത് ഈ ഹൈപ്പോത്തിസിസ് ബേസ് ചെയ്തിട്ടാണ്. In his book, The General Theory of Employment, Interest and Money and Other Works, Keynes argued against his construction of classical theory. അതായത് കെയ്ൻസിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമായ ദ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണിയിലൂടെ അദ്ദേഹം ക്ലാസിക്കൽ തിയറിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഉള്ളത്. During recessions, business pessimism and certain characteristics of market economies would exacerbate economic weakness and cause aggregate demand to plunge further. അതായത് റിസഷൻ ടൈമിലൊക്കെ ബിസിനസ്സിൽ പെസിമിസം ആയിരിക്കും. അതായത് ശുഭാപ്തി വിശ്വാസത്തേക്കാൾ കൂടുതൽ അശുഭാപ്തി വിശ്വാസമായിരിക്കും. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർക്കറ്റ് ഇക്കണോമീസ് വർദ്ധിക്കുകയും അത് ഇക്കണോമിക് വീക്ക്നെസ്സിന് കാരണമാവുകയും ഇത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഒന്നുകൂടി ഫെല്ലാവാനും കാരണമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, Keynesian economics disputes the notion held by some economists that lower wages can restore full employment because labor demand curve slopes downward like other normal demand curves. ഒരു എക്സാമ്പിളായിട്ടാണ് പറയുന്നത്. കെയ്നീഷ്യൻ ഇക്കണോമിക്സ് ഡിസ്പ്യൂട്ടാണ് ദ നോഷൻ ഓഫ് ചില എക്കണോമിക്സിൻ്റെ ആശയത്തോടും കെയ്നീഷ്യൻ എക്കണോമിക്സിന് വിയോജിപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ ലോവർ വേജസ് റീസ്റ്റോർ ചെയ്യും, ഫുൾ എംപ്ലോയ്മെൻറ്റ് റീസ്റ്റോർ ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അത് ബിക്കോസ് ഓഫ് ദ ലേബർ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പാണ്, അത് മറ്റ് ഡിമാൻഡ് കർവുകളെ പോലെ തന്നെ. Instead, he argued that employers will not add employees to produce goods that cannot be sold because demand for their products is weak. അതുപോലെ തന്നെ എംപ്ലോയേഴ്സ് പുതിയ എംപ്ലോയീസിനെ ആഡ് ചെയ്യില്ല, ബിക്കോസ് അവരുടെ പ്രൊഡക്റ്റിൻ്റെ സോൾഡ് ചെയ്യില്ല, ബിക്കോസ് അവരുടെ പ്രൊഡക്റ്റിനുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത് വെരി ലോ ആണ്. പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറവായതുകൊണ്ട് അതിന് മാർക്കറ്റ് കുറവാണ്. സിമിലർലി, പുവർ ബിസിനസ് കണ്ടീഷൻസ് ബിക്കോസ് മേ കോസ് കമ്പനീസ് ടു റെഡ്യൂസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് റാദർ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ലോവർ പ്രൈസ് ടു ഇൻവെസ്റ്റ് ഇൻ ന്യൂ പ്ലാൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്. അതുപോലെ തന്നെ പുവർ ബിസിനസ് കണ്ടീഷൻസ് ഉണ്ടാകുമ്പോൾ കമ്പനീസൊക്കെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക. റാദർ ദാൻ ടേക്ക് ലോവർ പ്രൈസിൽ ന്യൂ പ്ലാൻസിലും എക്യുപ്മെൻറ്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജിനേക്കാളും ആ കണ്ടീഷനിൽ ബിസിനസ് കമ്പനീസൊക്കെ ലോവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാരണം, പുവർ ബിസിനസ് കണ്ടീഷൻസൊക്കെ കാരണം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ മുന്നിട്ടിറങ്ങില്ല എന്നാണ് പറയുന്നത്. ദിസ് വുഡ് ആൾസോ ഹാവ് ദ ഇഫക്റ്റ് ഓഫ് റെഡ്യൂസിങ് ഓവറാൾ എക്സ്പെൻഡിച്ചർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇത് ലീഡ് ചെയ്യുന്നത് മൊത്തത്തിൽ ഓവറാൾ എക്സ്പെൻഡിച്ചേഴ്സും എംപ്ലോയ്മെൻറ്റ്സൊക്കെ റെഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്നതെന്നാണ് പറയുന്നത്. കെയ്ൻസ് റിജക്റ്റഡ് ദ ഐഡിയ ദാറ്റ് ഇക്കണോമി വുഡ് റിട്ടേൺ ടു എ നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. കെയ്ൻസ് റിജക്റ്റ് ചെയ്യുന്നത് ഒരു നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിലേക്ക് ഒരു ഇക്കണോമി റിട്ടേൺ ചെയ്യുന്നുള്ള ഐഡിയ റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഹി ആർഗ്യൂഡ് ദാറ്റ് വൺസ് ആൻ ഇക്കണോമിക് ഡൗൺ സെറ്റ്സ് in for whatever reason, the fear and gloom that is enters among business and investors will tend to become self-fulfilling and can lead to a
സസ്റ്റെയിൻഡ് പീരിയഡ് ഓഫ് ഡിപ്രസ്ഡ് ഇക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. കെയ്ൻസ് ആർഗ്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എക്കണോമിക് ഡൗൺവാർഡ് എക്കണോമിക്കലൊരു ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ടായാലും അത് എന്ത് റീസൺ കൊണ്ടാണെന്നുണ്ടെങ്കിലും ആ ഇക്കണോമിയിലുള്ള മൊത്തം ഇൻവെസ്റ്റേഴ്സിനെയും അതുപോലെ ബിസിനസ്മാനൊക്കെ ഫിയർ അതുപോലെ വിഷാദമൊക്കെ ബാധിക്കും. അപ്പോൾ അത് അവർക്ക് സ്വയം തോന്നാണ് ആ ടൈമിൽ ഒരു എക്കണോമിക് ആക്ടിവിറ്റി നടത്തിയിട്ട് ഒരു കാര്യമില്ല എന്ന് തോന്നും. അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് തന്നെ പോകും. ഡിപ്രസ്ഡ് ഇക്കണോമിക് ആക്ടിവിറ്റി ആയിരിക്കും അത്. ആ ടൈമിൽ ഇക്കണോമിയിൽ അൺഎംപ്ലോയ്മെൻറ്റ് വെരി ഹൈ ആയിട്ട് ആയിരിക്കും. ഇൻ റെസ്പോൺസ് ടു ദിസ് കെയ്ൻസ് അഡ്വക്കേറ്റഡ് a counter-cyclical fiscal policy in which during periods of economic boom the government should undertake deficit spending to make up for the decline in investment and boost consumer spending in order to stabilize aggregate demand. അപ്പോൾ കെയ്ൻസ് അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഒരു കൗണ്ടർ സൈക്ലിക് ഫിസ്ക്കൽ പോളിസി ഈ ടൈമിൽ, അതായത് ഈ ഡിപ്രസ്ഡ് ഇക്കണോമിക് അവസ്ഥയിലും ഇംപ്ലിമെൻ്റ് ചെയ്യണം. അത് സാമ്പത്തികമായിട്ടുള്ള ദുരന്തമൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. ഗവൺമെൻറ് ഫ്രീ ആയിട്ടും ഡെഫിസിറ്റ് സ്പെൻഡിങ് നടത്താം ഇക്കണോമിയിൽ. അത് കാരണം എക്കണോമിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാനും കൺസ്യൂമർ സ്പെൻഡിങ് ബൂസ്റ്റ് ചെയ്യാനും അതുവഴി അഗ്രിഗേറ്റ് ഡിമാൻഡ് സ്റ്റെബിലൈസ് ചെയ്യാനൊക്കെ സഹായിക്കുമെന്നാണ് പറയുന്നത്. കൗണ്ടർ സൈക്ലിക്കൽ ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് ചെറുതായിട്ട് മെൻഷൻ ചെയ്യാം. കൗണ്ടർ cyclical fiscal policy refers to the steps taken by the government that go against the direction of economic or business cycle. അതായത് ബിസിനസ് സൈക്കിളിനെ അതുപോലെ ഇക്കണോമിക്കിൻ്റെ ഡയറക്ഷനൊക്കെ ഒരു എതിരായിട്ട് ഗവൺമെൻറ് ഒരു സ്റ്റെപ്പ് അതിന് കൗണ്ടറായിട്ട് ഒരു ഗവൺമെൻറ് എടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഈ കൗണ്ടർ സൈക്ലിക്കൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ദസ് in a recession or slowdown, the government increases expenditure and reduces taxes to create demand that can driven an economic boom. അതായത് ഒരു ഇക്കണോമിക് ബൂം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് സ്പെൻഡിങ്, അതായത് എക്സ്പെൻഡിച്ചർ ഈ ഡിപ്രഷൻ ടൈമിൽ ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ തന്നെ ടാക്സ് റിഡക്റ്റ് ചെയ്ത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു അവസ്ഥയാണ് കൗണ്ടർ സൈക്ലിക്കൽ ഫിസ്ക്കൽ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു കെയ്ൻസ് തിയറി ഓഫ് ഫിസ്ക്കൽ സ്റ്റിമുലസ്, an injection of government spending eventually leads to added business activity and even more spending. അങ്ങനെ കെയ്ൻസിൻ്റെ ഈ തിയറി ബേസ് ചെയ്തിട്ടും ഫിസ്ക്കൽ സ്റ്റിമുലസ് ഒരു ഇഞ്ചക്ഷനാണല്ലോ, അത് ഗവൺമെൻറ് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്തിട്ടും ബിസിനസ് ആക്ടിവിറ്റിയൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വരും. This theory proposes that spending boosts aggregate output and generates more income. ഈ തിയറി പ്രപ്പോസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ഈ സ്പെൻഡിങ് വഴി ഇൻക്രീസ് ചെയ്തിട്ട് അത് മോർ ഇൻകം ഏൺ ചെയ്യാൻ സഹായിക്കും. ഇഫ് വർക്കേഴ്സ് ആർ വില്ലിംഗ് ടു സ്പെൻഡ് ദെയർ എക്സ്ട്രാ ഇൻകം, the resulting growth in the gross domestic product could be even greater than the initial stimulus amount. അതായത് ഇങ്ങനെ ഇക്കണോമി റിക്കവർ ചെയ്ത് വരുന്ന അവസ്ഥയിൽ വർക്കേഴ്സ് ജോലി ചെയ്ത് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്തിട്ട് അവരുടെ എക്സ്ട്രാ ഇൻകം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി കാട്ടും. അത് GDP ഇൻക്രീസ് ചെയ്യാനും അതുവഴി ആ ഒരു ഇൻക്രീസ് GDPയിലുള്ള ഇൻക്രീസ് ഇനീഷ്യൽ സ്റ്റിമുലസ് എമൗണ്ടിനേക്കാളും കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്ത ആ ഒരു എമൗണ്ടിനേക്കാൾ കൂടുതൽ പിന്നെ GDPയിൽ നിന്ന് റിട്ടേൺ ലഭിക്കും എന്നാണ് പറയുന്നത്. താങ്ക് യു.